ആദ്യം തന്നെ കാണിക്കുന്നത് ലക്ഷ്മി രാഹുലും മൊത്തത്തിൽ കറക്കത്തിലാണ്. തുടർന്ന് രാഹുൽ ലക്ഷ്മിയോട് ആ 3 വർഷം മുമ്പുണ്ടായ ആ നശിച്ച രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം ലക്ഷ്മിയോട് പറയുകയാണ്. അന്ന് വീട്ടിൽ രാഹുൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ശാരദാമ്മയും എല്ലാം ഉണ്ട്. ഇതൊക്കെ മുമ്പ് കാണിച്ചതാണ്. തുടർന്ന് രാഹുലിനൊരു കോൾ വരികയാണ്. സൂര്യനാണ് രാഹുലിനെ വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ എന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാത്രി രാഹുലിന് ആ കോൾ വരുന്നത്. തുടർന്ന് സൂര്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. സൂര്യൻ ആരാണെന്നോ മറ്റോ ഒന്നും തന്നെ രാഹുലിന് അറിയില്ല. തുടർന്ന് രാഹുൽ സൂര്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ തൻ്റെ മുഖച്ചായയിലുള്ള മറ്റൊരാളെ കണ്ട് രാഹുൽ ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് രാഹുലിനോട് സൂര്യൻ പറയുന്നത്, ഇന്ന് നമ്മളുടെ ആദ്യത്തേതും അവസാനത്തേതുമായി കൂടിക്കാഴ്ചയാണെന്ന് പറയുകയാണ്. എനിക്ക് രാഹുലാകണം, അതിന് ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണെന്ന് രാഹുലിനെ ഭീഷണിപ്പെടുത്തുകയാണ് സൂര്യൻ. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാഹുൽ വിശ്വസിക്കാനാകാതെ. തുടർന്ന് സൂര്യൻ രാഹുലിനെ ആക്രമിക്കുകയാണ്. അതിനുശേഷം രാഹുൽ മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സൂര്യൻ രാഹുലിനെ ഉപേക്ഷിച്ചുകൊണ്ട് രാഹുലിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ലക്ഷ്മിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി നെടുമ്പുരയിലേക്ക് പോവുകയാണ്. രാഹുലിൻ്റെ അന്ന് നഷ്ടപ്പെട്ട ഓർമ്മ പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു കിട്ടിയത്. അതിനുശേഷം ഈ കഥകളെല്ലാം ലക്ഷ്മിയോട് പറഞ്ഞ ശേഷം രാഹുൽ നെടുമ്പുരയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് മിഥുൻ സൂര്യനും കാത്തുകൊണ്ട് വീടിൻ്റെ പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് മിഥുൻ സൂര്യനോട് ദേഷ്യപ്പെടുകയാണ്. നീ ഇതെന്തുദ്ദേശിച്ചിട്ടാണ് നീ ലക്ഷ്മിക്കൊപ്പം കറങ്ങുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സൂര്യനോട് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് മിഥുൻ രാഹുലിൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സൂര്യനായ രാഹുൽ മിഥുനോട് പറയുന്നത് ലക്ഷ്മി രാഹുലിൻ്റേതാണെന്ന് പറയുകയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് മിഥുനോട്. എന്നാൽ അത് കേട്ട് മിഥുനൊന്നും തന്നെ മനസ്സിലാകുന്നില്ല.